ഞാൻ രാജീവ്. ഈ കരയിപ്പിക്കുന്ന സിനിമകൾ കാണാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ആകാശദൂതും ദേശാടനവും പോലെയുള്ള സിനിമകൾ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തിട്ടും ഞാൻ ഇഗ്നോർ ചെയ്ത് കളയുന്നു. പക്ഷെ ചില സിനിമകൾ എന്നെ കരയിപ്പിച്ചിട്ടുണ്ട്, എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു 5 സിനിമകൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ താളവട്ടം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ആ സിനിമ കാണുന്നത്. താളവട്ടം കാണാത്ത മലയാളീസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നേരിട്ട് സംസാരിക്കാം. ജോക്സ് അപ്പാർട്ട്. മോഹൻലാലിന് ഭ്രാന്ത് ഒക്കെ പോയിട്ട് വീണ്ടും അയാളെ ഹോസ്പിറ്റലിലേക്ക് ഈ ഹോസ്പിറ്റൽ സ്റ്റാഫൊക്കെ വലിച്ചുഴച്ചു കൊണ്ടുവരുന്നൊരു സീനുണ്ട്. എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് വട്ടില്ല എന്ന് മോഹൻലാലിൻ്റെ കഥാപാത്രം കരയുന്നൊരു സീനുണ്ട്. അത് കണ്ടുകൊണ്ട് ഞാൻ കരഞ്ഞതായിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആ സിനിമ കാണുന്നത് സൂര്യ ഫിലിം ഫെസ്റ്റിവൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ. തിയേറ്ററിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്നെ കണ്ടൊക്കെ ഇനി നിറഞ്ഞ് കഴിഞ്ഞു ഒഴുകുന്നതൊക്കെ. ഓൺ ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ് എന്ന സിനിമയിൽ നിന്നാണ് ഈ സിനിമ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. 2 സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. താളവട്ടത്തിന് അതിൻ്റേതായൊരു സ്ഥാനം മലയാള സിനിമയിലുണ്ട്. രണ്ടാമത്തെ സിനിമ അനുബന്ധം. MT വാസുദേവൻ നായർ എഴുതി IV ശശി സംവിധാനം ചെയ്ത സിനിമയാണ്. ഒരു വിധവയും വിധവയുടെ മകനും ഒരു ഗ്രാമത്തിൽ എങ്ങനെയാണ് ജീവിച്ച് പോകുന്നത് അതിൻ്റെ ഒരു കഥയാണത്. മോഹൻലാലുണ്ട്, മമ്മൂട്ടിയുണ്ട്, സീമയാണ് അതിലെ മെയിൻ ക്യാരക്ടർ, വിധവയായിട്ട് അഭിനയിക്കുന്നതും. മാസ്റ്റർ വിമലാണ് സീമയുടെ മകനായിട്ട് അഭിനയിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ച് നല്ല എഡിറ്റിങ്ങും നല്ല ഡയറക്ഷനും നല്ലൊരു തിരക്കഥയും കൊണ്ട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നല്ലൊരു സിനിമയായിരുന്നു. ഞാൻ കണ്ട സമയത്ത് നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിൽക്കാലത്ത് ഞാൻ അത് കണ്ടപ്പം ആഫ്റ്റർ ലൈക്ക് സോ മെനി ഇയേഴ്സ് ഞാൻ US വെച്ചാണ് എനിക്ക് വീണ്ടും കാണാനത് ഇടയായത്. അന്ന് ഇത് കരഞ്ഞിട്ടുണ്ട്. അതൊരു സീനുണ്ട്, മോഹൻലാലിൻ്റെ മകൻ ഒരു ആക്സിഡൻറ്റിൽ പറ്റി മരിക്കുന്നതും അതിന് ചുറ്റുപറ്റിയുള്ള കുറേ സീൻസ് ഉണ്ട്. വെരി ഡിഫിക്കൽട്ട് ടു വാച്ച്. അന്ന് ശരിക്കും കരഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. മൂന്നാമത്തെ താരേ ജമീൻ പർ. ആമിർ ഖാൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂട്ടാണ് സിനിമ. അതിൽ ഈ ADD അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രത്യക്ഷമായിട്ട് സംസാരിക്കുന്നതിലും അതാണ് അതിൻ്റെ ഒരു ഇതിവൃത്തം. ഒരു കൊച്ചുകുട്ടി, ഒരു ADD ഉള്ള ഒരു കൊച്ചുകുട്ടിയുടെ കഥയാണത്. പാരൻറ്റിങ്ങിനെ കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു കഥയാണ്. ADDനെ കുറിച്ചും പാരൻറ്റിങ്ങിനെ കുറിച്ചും ചർച്ചാ വിഷയമാക്കിയ ഒരു സിനിമയാണ്. ഐ കുഡ് വെരി വെൽ റിലേറ്റ് ടു ദാറ്റ് ചൈൽഡ്, ദാറ്റ് ക്യാരക്ടർ ഇൻ ദാറ്റ് മൂവി. അത് കണ്ടപ്പോഴാണ് എനിക്കും ADD ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയം എനിക്കെപ്പോഴും തോന്നിപ്പോകുന്നു. ഒരുപാട് വൈകാരിക നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. വളരെ ഹെവി ഹാർട്ടോടുകൂടിയാണ് ആ സിനിമയിൽ നിന്ന് കണ്ടത്. പെർഫോമൻസസ് വെർ സോ ഗുഡ്. ആമിർ ഖാൻ, ഓഫ് കോഴ്സ്, ദർശീൽ സഫാരി പുള്ളിയാണ് കൊച്ചുകുട്ടിയായിട്ട് അഭിനയിച്ചത്. ടിസ്ക ചോപ്ര, വിപിൻ ശർമ്മ, ഇവരൊക്കെ നന്നായിട്ട് അഭിനയിച്ച് തകർത്തൊരു സിനിമയാണ് താരേ ജമീൻ പർ. നാലാമത്തെ 7 പൗണ്ട്സ്. വിൽ സ്മിത്ത് അഭിനയിച്ച സിനിമയാണ് 7 പൗണ്ട്സ്. ഒരാൾ 7 പേരുടെ ജീവിതങ്ങൾ ചേഞ്ച് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതാണ് അതിൻ്റെ കഥ. അയാൾ എന്തിനത് ചെയ്യുന്നു അതൊക്കെയാണ് ക്ലൈമാക്സിൽ അടുപ്പിച്ച് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഐ സ്റ്റിൽ തിങ്ക് ഹി ഷുഡ് ഹാവ് ഗോട്ടൺ ആൻ ഓസ്കർ ഫോർ ദാറ്റ് മൂവി. കിങ് ജോർജ് എന്ന സിനിമയ്ക്കാണ് പുള്ളിക്ക് ഓസ്കർ കിട്ടിയെങ്കിലും 7 പൗണ്ട്സ് ഈസ് മൈ ഫേവറേറ്റ് ഓഫ് ഹിസ് മൂവീസ്. അഞ്ചാമത്തെ സിനിമ അനന്തരം. ആൻസൈറ്റിയും ഡിപ്രഷനും എൻ്റെ അറിവിൽ ഒരു ചർച്ചാ വിഷയമല്ലാത്തൊരു കാലത്താണ് അടൂർ ഗോപാലകൃഷ്ണനെയും മാസ്റ്റർ പീസുമായിട്ട് വരുന്നത്. മമ്മൂട്ടിയുണ്ട് ആ സിനിമയിൽ. എന്നിരുന്നാലും സുധീഷും അശോകനും തകർത്ത് അഭിനയിച്ച ഒരു സിനിമയാണ്. ഒരു കൊച്ചുകുട്ടി അവൻ്റെ ലോൺലിനെസ്സിലൂടെ കടന്നു പോകുന്നതും അതെങ്ങനെ അവൻ്റെ ഒരു യൂത്ത് ലൈഫിനെ ബാധിക്കുന്നതും അതൊക്കെയാണ് അതിൻ്റെ ഇതിവൃത്തം. എന്നെ ശരിക്കും വേദനിപ്പിച്ച സിനിമയാണ്. എപ്പോഴും ഓർക്കുമ്പോഴും എന്നെ ശരിക്കും വേദനിപ്പിക്കുന്നുണ്ട് ആ സിനിമ. നിങ്ങൾക്ക് ഇതേപോലെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഉണ്ടോ? ഏത് മൂവീസാണ് നിങ്ങളെ കരയിപ്പിച്ചിട്ടുള്ളത്? പ്ലീസ് കമൻറ്റ് ബിലോ.
അപ്പം വീണ്ടും സന്ദിപ്പം വരെ അഡിയോസ്.